നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കണ്ണവം വനത്തിൽ കാണാതായ യുവതിക്കായി നാട്ടുകാരും വിവിധ സന്നദ്ധ സംഘടനകളും വനത്തിൽ തിരച്ചിൽ നടത്തി. 11 ദിവസം തുടർച്ചയായി തിരച്ചിൽ നടത്തിയിട്ടും യാതൊരു തുമ്പും ലഭിക്കാത്തതിനാൽ ആശങ്കയിലാണ് നാട്ടുകാർ. കണ്ണവം വനത്തിൽ കാണാതായ സിന്ധുവിനായുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് 2 ആഴ്ചയാകുന്നു. അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ അണ്ടർ വാട്ടർ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് 6 പാറമടകളിലെ ജലാശയങ്ങളിൽ തിരച്ചിൽ നടത്തി. എന്നാൽ യാതൊരു സൂചനയും ലഭിച്ചില്ല. അറക്കൽ ഭാഗത്തുള്ള 4 പാറമടകളുടെയും ബംഗളം ഭാഗത്തുള്ള 2 പാറമടകളിലെയും ജലാശയങ്ങളിലാണ് അണ്ടർ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയത്. കരയിൽ നിന്ന് റിമോട്ട് കൺട്രോൾ വഴിയാണ് ഡ്രോണിന്റെ നിയന്ത്രണം. കൂത്തുപറമ്പ്, മട്ടന്നൂർ, പേരാവൂർ, കണ്ണൂർ അഗ്നിരക്ഷാ നിലയങ്ങൾ സംയുക്തമായി സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ സഹായത്തോടെയാണ് പാറമടകളിൽ ക്യാമറ പ്രവർത്തിപ്പിച്ചത്. കൂത്തുപറമ്പ് അഗ്നിരക്ഷാ സേന സ്റ്റേഷൻ ഓഫീസർ പി ഷാനിത്ത് നേതൃത്വം നൽകി. കണ്ണൂർ ഡ്രോൺ ക്യാമറ അംഗങ്ങളായ വി അഫ്സൽ, വി കെ വിനേഷ്, കെ പ്രതീഷ്, വി രഞ്ജു, ജിതിൻ, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ എം സന്തോഷ്, കെ സുബീഷ്, വി ലിസി എന്നിവർ പങ്കെടുത്തു. കണ്ണവം ഇൻസ്പെക്ടർ കെ വി ഉമേഷിന്റെ നേതൃത്വത്തിൽ ചെമ്പുക്കാവ് പ്രദേശത്ത് പോലീസും തണ്ടർബോട്ടും നാട്ടുകാരുടെ സഹായത്തോടെ തെരച്ചിൽ നടത്തി. കോളയാട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട പെരുവ, ചെമ്പുക്കാവ് പ്രദേശങ്ങളിൽ 16 കിലോമീറ്റർ ദൂരത്തിലാണ് തിരച്ചിൽ നടത്തിയത്. വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം വിരലടയാള വിദഗ്ധർ സിന്ധുവിന്റെ വെക്കളത്തെ വീട്ടിലെത്തി പരിശോധന നടത്തി. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.